Good morning to all. Last class we have discussed about the parts of speech and we have learned the divisions of nouns also, isn't it? I hope you all have understood what I have taught you last week, isn't it? So now let's move on to the class about pronouns, the second division of parts of speech, that is pronouns. So നമ്മൾ പറയാം പ്രോനൗൺസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നൗൺസ് എന്ന് പറയുന്നത് എന്താണ്? നൗൺസ് is a naming word. All naming words are called nouns. It may be the name of a person, name of a thing, name of an animal or name of a place. And here so when we നമ്മളിപ്പോൾ ഇങ്ങനെ അത് തന്നെ റിപ്പീറ്റ് നൗൺസ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ രവി is a boy, രവി is a brilliant boy, രവി സ്റ്റഡീസ് വെൽ. അങ്ങനെ ആ നൗൺ തന്നെ കുറേ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് മേക്സ് എ കൈൻഡ് ഓഫ് ബോർഡം, ഇല്ലേ? നമുക്ക് തന്നെ അത് കേൾക്കുമ്പോഴത്തേക്കും ഒരു ബോർഡം ഫീൽ ചെയ്യും, ബോറടിക്കുന്ന കൂട്ട് തോന്നും. അപ്പം അതിന് പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് നൗൺസിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഇത് പറയുക പ്രോനൗൺസ്. പ്രോനൗൺസ് ആർ വേർഡ്സ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺസ്. നൗൺസിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഇത് പറയുക പ്രോനൗൺസ്. ഓക്കെ, സോ ഇഫ് സംബഡി ആസ്ക് യു വാട്ട് ഈസ് പ്രോനൗൺസ്, നിങ്ങൾക്ക് പറയാം പ്രോനൗൺസ് ആർ വേർഡ്സ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺസ്. നൗൺസിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് പറയുക പ്രോനൗൺസ്. ആൻഡ് ആസ് യൂഷ്വൽ it has also 7 divisions. It has also 7 divisions. The first division is called personal pronouns. The second is indefinite pronouns. Third one is relative pronouns. Fourth, intensive pronouns. Fifth, demonstrative pronouns. Sixth one is interrogative pronouns. And the last is reflexive pronouns. Let's learn each in detail. Personal pronouns. The first division of pronoun is personal pronouns. നമ്മൾ പറയും പേഴ്സണൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പേഴ്സൺ. നമുക്കറിയാം. നമ്മൾ അതിന് ബിഫോർ വി മൂവ് ഓൺ ടു ദ പേഴ്സണൽ പ്രോനൗൺസ് ഞാൻ കുറേ കാര്യങ്ങൾ പറയാം. നമ്മൾ ഗ്രാമറിൽ പൊതുവായിട്ട് കേൾക്കുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. ഗ്രാമർ ക്ലാസ്സിൽ യൂഷ്വലായിട്ട് കേൾക്കുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. നമ്മൾ കൂടുതലായിട്ടും കേൾക്കുന്നുണ്ട്. അപ്പം പലർക്കും അറിയത്തില്ല ഇതെന്താണ് ഫസ്റ്റ് പേഴ്സൺ ഉദ്ദേശിക്കുന്നത്, സെക്കൻഡ് പേഴ്സൺ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഐ ആം സ്പീക്കിംഗ് ടു യു, അല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ടാണ് സ്പീക്ക് ചെയ്യുന്നത്. സോ ഐ ആം ദ ഫസ്റ്റ് പേഴ്സൺ ആൻഡ് യു ആർ ദ ലിസണേഴ്സ്. ഞാൻ പറയുന്നത് ലിസൺ ചെയ്യുന്നത് നിങ്ങളാണ്. സോ യു ആർ ദ ലിസണർ, യു ആർ ദ സെക്കൻഡ് പേഴ്സൺ. ആൻഡ് യു ടെൽ അബൌട്ട് മൈ വീഡിയോ ടു സമ്മൺ എൽസ്. ഞാൻ ഇപ്പം ചെയ്യുന്ന വീഡിയോയെ കുറിച്ച് നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് പോയി പറയാണ്. സോ ദാറ്റ് ഈസ് ദ തേർഡ് പേഴ്സൺ. നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് പറയുന്നത് അത് തേർഡ് പേഴ്സണിലൂടെയാണ്, അല്ലേ? സോ ഐ ആം എ സ്പീക്കർ, ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫസ്റ്റ് പേഴ്സൺ. യു ആർ ദ ലിസണർ ആൻഡ് യു ആർ ദ സെക്കൻഡ് പേഴ്സൺ ആൻഡ് യു ടെൽ അബൌട്ട് മൈ വീഡിയോ ടു സമ്മൺ എൽസ്. ദാറ്റ് ഈസ് ദ തേർഡ് പേഴ്സൺ. ഓക്കെ, സി ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ക്ലിയർ ഐ ഹാവ് ഡിവൈഡഡ് ഇൻ ടു 3. ഐ ഹാവ് ഡിവൈഡഡ് ഞാൻ കോളം വൈസിൽ എഴുതിയിട്ടുണ്ട്. സി ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് വേ ഓഫ് സ്പീക്കിംഗ് ഐ ആം എ ടീച്ചർ, ഐ ആം എൻ എഞ്ചിനീയർ, ഫസ്റ്റ് പേഴ്സൺ. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ പ്ലൂറൽ ഫോം, പ്ലൂറൽ ആണെങ്കിൽ വി ആർ സിംഗേഴ്സ്, വി ആർ ഡാൻസേഴ്സ്, വി ആർ ഓഫീസേഴ്സ്, ഇങ്ങനെ പറയാം പ്ലൂറൽ ഫോം ആണെങ്കിലും. സെക്കൻഡ് പേഴ്സൺ ഇറ്റ് മൈ ബി പ്ലൂറൽ ഓർ സിംഗുലർ. പ്ലൂറലിൽ നമുക്ക് യൂസ് ചെയ്യാം സെക്കൻഡ് പേഴ്സൺ, സിംഗുലറിലും യൂസ് ചെയ്യും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യുന്നത് നിങ്ങൾ ഒരാളാവാം, കൂടുതൽ പേരാകാം. പ്ലൂറൽ ഫോമിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ, അബൌട്ട് മൈ വീഡിയോ യു ക്യാൻ ടെൽ ടു സംബഡി എൽസ്. സോ അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? ഹി, ഷീ ആൻഡ് ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് പ്ലൂറൽ ദേ. If you are talking about my video to a crowd of people, you can say they. See, next division of pronouns is indefinite pronouns. See, if you do not want to project the exact person, നമുക്ക് ഒരു കാര്യം ചെയ്യുന്ന എക്സാക്ട് പേഴ്സണെ, ആ പേഴ്സൻ്റെ നെയിമിനെ നമുക്ക് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിനെ കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. ഐ റൈറ്റ് സം എക്സാമ്പിൾസ് ഇൻ ദ ബോർഡ്. സംബഡി ഏറ്റ് മൈ പിസ്സ. സോ ഹിയർ നോബഡി നോ ഹൂ ഏറ്റ് ദ പിസ്സ, അല്ലേ? ഹൂ ഏറ്റ്
മൈ പിസ്സ. അതിന് എക്സാമ്പിളിനകത്ത് പറഞ്ഞേക്കാം. ആർക്കും അറിയില്ല ആരാണ് പിസ്സ കഴിച്ചതെന്നുള്ളത്. നോബഡി നോസ് ഹൂ ദ എക്സാക്ട് പേഴ്സൺ ഹൂ ഏറ്റ് ഹിസ് പിസ്സ. അതുപോലെ തന്നെ ഒരു അനദർ എക്സാമ്പിൾ, everyone says she is clever. So nobody knows who is the person who says she is clever. ഇല്ലേ, ആർക്കും അറിയില്ല അവൾ ക്ലെവർ ആണെന്ന് പറയുന്ന ആളിനെ ആരാണെന്ന് അവിടെ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത്. സോ ഹിയർ സംബഡി ആൻഡ് എവ്രി വൺ ഇസ് ദ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. സോ ഹിയർ ദ നൗൺസ് ഈസ് നോട്ട് റെഫേർഡ് ഹിയർ. അൺനോൺ പേഴ്സൺ, ദ നൗൺ ഇസ് എൻ അൺനോൺ പേഴ്സൺ. Nobody knows who the exact person who do these things. Okay. Next comes relative pronouns. The very word says relative. It relate, ബന്ധിപ്പിക്കുന്നത് അല്ലേ. It can relate something to each other. Relative pronouns. Some of the examples of relative pronouns are who, whom, which, whose, etc. If we want to indicate a previous thing again, നമ്മളൊരു കാര്യം മുമ്പേ പറഞ്ഞ കാര്യത്തിന് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. ഐ റൈറ്റ് സം സെൻറ്റൻസ് എക്സാമ്പിൾ ഹിയർ. ഹീ ഈസ് ദ മാൻ ഹൂ റിപ്പയർഡ് അവർ TV സെറ്റ്. അപ്പം ഹീ ഈസ് ദ മാൻ, അയാളെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹീ ഈസ് ദ മാൻ ഹൂ റിപ്പയർഡ്. അപ്പം ആദ്യത്തെ തേർഡ് പേഴ്സണിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹീ എന്നുള്ള പേഴ്സണെ ഒന്നുകൂടെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ ഹീ ഈസ് ദ പേഴ്സൺ ദാറ്റ് റെഫേർഡ് ദ സെയിം പേഴ്സൺ ഹൂ റിപ്പയർഡ് ദ ടെലിവിഷൻ സെറ്റ്. സോ ഇപ്പം പറയാം, നിൽക്കുന്ന ആളിനെ എനിക്കറിയാം, അയാളാണ് ഞങ്ങളുടെ TV സെറ്റ് റിപ്പയർ ചെയ്തത്. അപ്പം ആ മനുഷ്യനെ ഒന്നുകൂടെ, ആ ആളിനെ, പേഴ്സണെ ഒന്നുകൂടെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹൂ യൂസ് ചെയ്യുന്നത്. ഹീ ഈസ് ദ മാൻ ഹൂ റിപ്പയർഡ് അവർ TV സെറ്റ്. Another example, this is the place where we met. ഇവിടെ ഏതാണ് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയാമോ? വെയർ അല്ലേ. വെയർ ആണ് റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ റോഡ്. എന്തിനെ റെഫർ ചെയ്യാനായിട്ടാണ്? പ്രീവിയസ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നൗണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെയർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏത് നൗണിനെയാണ് റെഫർ ചെയ്യുന്നത് വെയർ എന്നുള്ളത്? പ്ലേസ് അല്ലേ. ദിസ് ഈസ് ദ പ്ലേസ് വെയർ വി മീറ്റ്. അപ്പം വെയർ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഏത് നൗണിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ പ്ലേസ് എന്ന് പറയുന്ന നൗണിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So this is the place where we met. So here, which is the relative pronoun? Where, WHERE. അതാണ് relative pronoun ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. Next comes intensive pronouns. Next division is called intensive pronouns. Intensive pronouns emphasizes a noun or pronoun. ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനാണ്? നൗണിനോ പ്രോനൗണിനോ നമ്മൾ എംഫസൈസ് ചെയ്ത് പറയേണ്ട സാഹചര്യം വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഇൻറ്റൻസീവ് പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. സോ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് ഇൻറ്റൻസീവ് പ്രോനൗൺസ് ആർ ഹിംസെൽഫ്, ഹെർസെൽഫ്, യോർസെൽഫ് ആൻഡ് അവർസെൽഫ്സ്. ഓക്കെ, നമ്മൾ നൗണിനോ പ്രോനൗണിനോ കുറച്ച് എംഫസൈസ്, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയേണ്ട സാഹചര്യങ്ങൾ വരും. ആ സമയത്താണ് നമ്മൾ ഇൻറ്റൻസീവ് പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. Sentence examples, he himself is responsible for the accident. അവൻ തന്നെയാണ് ആക്സിഡൻറ്റിന് ഉത്തരവാദി അല്ലേ. ഹി ഹിംസെൽഫ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്സിഡൻറ്റ്. അപ്പം ഇവിടെ ഏത് ആ ഇൻറ്റൻസീവ് പ്രോനൗൺ ഹിംസെൽഫ് എന്നുള്ളത് എന്തിനെ റെഫർ ചെയ്താണ് പറയുന്നത്? ഹി എന്നുള്ള പ്രോനൗണിനെ ഇൻഡിക്കേറ്റ് ചെയ്താണ് പറയുന്നത്. നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ, ഷീ വാഷസ് ഹെർ ഡ്രസ് ഹെർസെൽഫ്. ഇവിടെ ഏതാണ് പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഇൻറ്റൻസീവ് പ്രോനൗൺ യൂസ് ചെയ്തേക്കുന്നത് ഹെർസെൽഫ് അല്ലേ. അപ്പം ആ ഹെർസെൽഫ് എന്നുള്ള ഇൻറ്റൻസീവ് പ്രോനൗൺ ഏതിനെയാണ് റെഫർ ചെയ്യുന്നത്? ഏത് പ്രോനൗണിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്? ഷീ എന്നുള്ള പ്രോനൗണിനെയാണ്, പേഴ്സണൽ പ്രോനൗണിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. Demonstrative pronouns. Demonstrative pronouns are used to point out something specific within in a sentence, and they represent a thing near or far in distance or time. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഐ വോണ്ട് ടു സേ ദിസ് ഇസ് എ പെൻ. അപ്പം ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്, ഈ പെൻ എന്നുള്ള നൗണിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ട് നമുക്കൊരു വേർഡ് യൂസ് ചെയ്യണം. ദാറ്റ് പ്രോനൗൺ ഈസ് കോൾഡ് this. This is a blue pen, or this is a red pen, whatever it may be. And another example, these are my books.
ഇല്ലേ, ഞാൻ അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇപ്പം കുറേ ബുക്സ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം എനിക്ക് ആ ബുക്സിനെ ഇൻഡിക്കേറ്റ്, ആ ബുക്സിനെ കൂടുതൽ എംഫസൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് അതിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് എനിക്ക് പറയണം. അതിനെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും അത് അവിടെ ഇരിക്കുന്നതായിട്ട് കാണും. അപ്പോൾ അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയണം. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദീസ് ആർ മൈ ബുക്സ്, these are my books, these are my treasures. So all these things we can say. Okay, some of the examples of demonstrative pronouns are this, that, those, such. So these are the commonly used demonstrative pronouns in English. Okay, next is interrogative pronouns. Interrogative എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? ക്വസ്റ്റ്യനിങ്. ഇൻട്രോഗേഷൻ, ക്വസ്റ്റ്യനിങ്. നമ്മൾ in order to ask questions we can make use of interrogative pronouns. It is used to begin a question. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ബിഗിൻ ചെയ്യുന്ന പ്രോനൗൺസിനെയാണ് എന്ത് പറയുക? ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുക. Some of the examples of interrogative pronouns are what, which, who, whom, etc. I write some sentence examples here. What do you want for lunch? So here what is used to begin a question. So the interrogative pronoun what is used to begin a question. What do you want for lunch? Another interrogative pronoun here used is which. Which color do you prefer? Which color do you prefer? So here an interrogative pronoun is used to start a question, which is that ഏതാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്? which. Which is the interrogative pronoun is used to ask this question. Which color do you prefer? Is that clear? Next, the last and final type of pronoun is reflexive pronouns. Reflexive pronouns. Reflex means പ്രതിഫലിക്കുക അല്ലേ? മലയാളം reflex means പ്രതിഫലനം. Reflexive pronouns. They are object pronouns that we use when the subject and object are the same person. നമുക്ക് സബ്ജക്റ്റ് ഒബ്ജക്റ്റും സെയിം പേഴ്സൺ ആയിട്ട് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യം വരും. ഒരു സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് റിഫ്ലെക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യാം. ആൻഡ് see, I write an example at the end. Listen. He baked a cake himself. ഇപ്പോഴത്തേക്കിനും അവിടെ യൂസ് ചെയ്തിരിക്കുന്ന റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഹിംസെൽഫ് ആണ്. സി റിമെമ്പർ വൺ തിങ്, ഓൾ റിഫ്ലെക്സീവ് പ്രോനൗൺസ് എൻഡ് വിത്ത് സെൽഫ് ഓർ സെൽഫ്സ്. വെദർ ദ പ്രോനൗൺ ഈസ് സിംഗുലർ വി ക്യാൻ യൂസ് സെൽഫ്, വെദർ ഇറ്റ് ഈസ് പ്ലൂറൽ വി ക്യാൻ യൂസ് സെൽഫ്സ്. അപ്പം സിംഗുലർ പ്രോനൗണിനെ ഇൻഡിക്കേറ്റ് ചെയ്താണ് നമുക്കത് പറയണം. റിഫ്ലക്റ്റ് പ്രോനൗണിനെ ഇൻഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സെൽഫ്, സിംഗുലർ ആയിട്ടുള്ള സെൽഫും പ്ലൂറൽ ആയിട്ടുള്ള സെൽഫ്സും യൂസ് ചെയ്യണം. For example, himself. Plural aanengil ourselves. Some of the commonly used reflexive pronouns are myself, yourself, himself, herself and itself. I write an example here. He baked a cake himself. ആ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്തിനാണ് റെഫർ ചെയ്യുന്നത്? ഏത് നൗണിനെയാണ്, ഏത് പ്രോനൗണിനെയാണ് റെഫർ ചെയ്യുന്നത്? ഹി എന്നുള്ള പ്രോനൗണിനെയാണ് റെഫർ ചെയ്യുന്നത്. ഹി ബേക്ഡ് എ കേക്ക് ഹിംസെൽഫ്. അവൻ തന്നെ സ്വന്തമായിട്ടാണ് കേക്ക് പ്രിപ്പയർ ചെയ്തത്. മനസ്സിലായോ? ആ റിഫ്ലക്ട് ചെയ്യുന്നത് ആരെയാണ്? ഈ പ്രോനൗണിനെയാണ്. ഫസ്റ്റ് വന്നേക്കുന്ന പേഴ്സണൽ പ്രോനൗണിനെയാണ് റിഫ്ലക്ട് ചെയ്തേക്കുന്നത്. See listeners, we are going to wind up the class, and before that let me revise what we have studied today. We have studied about pronouns. Pronouns are words that is used instead of nouns. Nounsന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് pronouns എന്ന് പറയുന്നത്. അപ്പോൾ pronounsന്റെ സെക്ഷൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. There are 7 types of pronouns in English. First one is personal pronoun, next indefinite pronouns, relative pronouns, then intensive pronouns, then another one is interrogative pronouns, demonstrative pronouns, and the last one is reflective pronouns. I hope you all have understood what I have taught today, isn't it? So we will meet in next class. Thank you and have a nice day.